ചാനൽ അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ലൈവ് പോകുമ്പോഴും നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് BSc നഴ്സിംഗ്. അതായത് BSc നഴ്സിംഗിന് നീറ്റ് സ്കോർ കമ്പൽസറി ആണോ, BSc നഴ്സിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് എക്സാം ആണ് എഴുതേണ്ടത് എന്നൊക്കെ നമ്മുടെ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ BSc നഴ്സിംഗിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ BSc നഴ്സിംഗിന് അല്ലേ നമ്മുടെ ഫസ്റ്റത്തെ ഡൗട്ടാണ് BSc നഴ്സിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നീറ്റ് സ്കോർ അത്യാവശ്യമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ആൻസേഴ്സ് ഉണ്ട്. യെസ്, ഇൻ സം പ്ലേസസ്. അതായത് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള എയിംസ്, ജിപ്മർ, അതുപോലെ തന്നെ ESIC ഇവിടെയൊക്കെ, അതുപോലെ AFMC ഇവിടെയൊക്കെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് സ്കോർ അത്യാവശ്യമാണ് നമ്മളുടെ നഴ്സിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് ആൻഡ് കോളേജ്. ഏത് സ്റ്റേറ്റിനനുസരിച്ചിരിക്കും, ഏത് കോളേജിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ LBS സെൻറ്ററിലൂടെയാണ് നിങ്ങൾക്ക് BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ LBS സെൻറ്ററിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, ഡയറക്റ്റ് ആയിട്ട് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻസ് നടത്തുന്നവരും ഉണ്ട്. മെറിറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +2 നിങ്ങളുടെ +1 +2 നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ നിങ്ങൾക്ക് മിനിമം മാർക്സ് ഉണ്ടാവണം. 40 to 50 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്സ് ഉണ്ടാവണം. അതിൻ്റെ മെറിറ്റ് അതാണ് മിനിമം കേട്ടോ. ഓക്കെ, ഈ ഒരു +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ പ്രൈവറ്റ് കോളേജിലൊക്കെ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്നവരും ഉണ്ട്. റെഡി, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് LBSലൂടെ അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ LBSലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്ത് വരും, നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, +2 മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ആൻഡ് LBS എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും നിങ്ങളുടെ ഈ ഒരു മെറിറ്റ് ബേസ്ഡ്. ഇപ്പം ഈ LBSലൂടെ BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളുടെയും മാർക്സ് ഒക്കെ വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാം ഇല്ല. ഓക്കെ, നിങ്ങളുടെ +2 ബേസ്ഡ് ആയിട്ടുള്ള മാർക്സിൻ്റെ ബേസിലാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടാകും. അപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോളേജും കോഴ്സും അല്ലെ, BSc നഴ്സിംഗ് മാത്രമല്ല, മിസ് പറഞ്ഞു പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ രീതിയിലാണ് LBSലൂടെ നിങ്ങൾക്ക് BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നത്. ഇനി LBSൻ്റെ കീഴിൽ വരുന്ന കോഴ്സുകളാണിത്. അതായത് BSc നഴ്സിംഗ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, BSc MLT മെഡിക്കൽ ലാബ് ടെക്നോളജി ഉണ്ട്, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc ഡയാലിസിംഗ് ടെക്നോളജി, പോസ്റ്റ് ബേസിസ് BSc നഴ്സിംഗ്. ഈ കോഴ്സുകളെല്ലാം തന്നെ LBSലൂടെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നത്. ഇനി അതല്ലാതെ കേരളത്തിൽ തന്നെയുള്ള പ്രൈവറ്റ് കോളേജുകളുണ്ട് അല്ലേ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ 12th മെറിറ്റ് മാർക്ക് ബേസ്ഡ് ആയിട്ട് അഡ്മിഷൻ നടത്താറുണ്ട്. അല്ലെങ്കിൽ അവരുടെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലാകുമ്പോൾ നമ്മളുടെ ഫീസ് കുറച്ച് അധികം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു ഫാക്ടർ. ഓക്കെ, ഫീസ് നല്ല പോലെ തന്നെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ. കാരണം അവിടെ ആകെ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ +2 മാർക്സ് ആണ്. അതിൻ്റെ ബേസിലാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാകും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മളുടെ എന്ത് നടത്തുന്നത്, നമ്മുടെ BSc നഴ്സിങ്ങിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. നിങ്ങൾ എയിംസ്, ജിപ്മർ അല്ലെങ്കിൽ നമ്മുടെ AFMC ഒക്കെയാണ് എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എന്തായാലും നീറ്റ് എഴുതേണ്ടി വരും. അത് മാത്രമല്ല, ഇപ്പോൾ എയിംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് BSc നഴ്സിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാമും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് BSc നഴ്സിങ്ങിന് താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, +1 +2 ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രൈമറി സ്റ്റെപ്പ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ 12th മാർക്ക് ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിച്ചു തുടങ്ങുക. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. നിങ്ങളുടെ +1 +2 നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽപ്പുമായിട്ട്.
താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ +1 +2 ക്രോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീറ്റ് സ്കോർ കൺസിഡർ ചെയ്യുന്ന കോളേജുകളിൽ നിങ്ങൾ നീറ്റ് എക്സാം അടിപൊളിയായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നീറ്റ് ബാച്ചുകളുണ്ട് നമ്മളുടെ എക്സാം വിന്നറിൽ. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നല്ല സ്കോർ വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.